ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ ഓട്ടോ വ്ളോഗ്. ഇന്നത്തെ വീഡിയോയിൽ ഫ്രോങ്സ് 2026 എടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം തരുന്ന ഒരു വീഡിയോ ആണ്. മാനുവൽ അതുപോലെ AMD വാഹനം ഇപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 2026 മെയ് മാസം എടുക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗുണങ്ങൾ എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഫ്രോങ്സിൻ്റെ വിലയിൽ തന്നെ തുടങ്ങാം. ഫ്രോങ്സ് നമ്മൾ ഓട്ടോമാറ്റിക് ഒരു AMD സ്റ്റാർട്ട് ചെയ്യുന്നത് 9.5 lakhs-നാണ്. അതുപോലെ മാനുവൽ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് 8 ലക്ഷത്തിനാണ്. അപ്പോൾ അതൊരു സാധാരണക്കാരന് അത്യാവശ്യം ബോൾഡായിട്ടുള്ള ഒരു നല്ല ലുക്ക് തരുന്ന, എന്നാൽ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള, അത്യാവശ്യം വീതിയും വലിപ്പവും ഒക്കെ ഉള്ള ഒരു ഒതുങ്ങിയ വാഹനം എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു വാഹനം എടുക്കണം എന്നുണ്ടെങ്കിൽ ഫ്രോങ്സ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും മികച്ച് നൽകുന്നത്. കാരണം ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള വാഹനമാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 8.2 ലക്ഷത്തിന് മാനുവൽ തുടങ്ങുകയാണെങ്കിൽ തന്നെ നമ്മൾ ഓഫറോട് കൂടി ഒരു 8 ലക്ഷം രൂപയ്ക്ക് പുറത്തിറക്കാം. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു മാനുവൽ വാഹനം എടുക്കുമ്പോൾ ഒരു ബേസ് മോഡൽ വാഹനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ബാക്ക് ക്യാമറ എപ്പോഴും നിങ്ങൾ ഫിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ആ ഒരു ഏതൊരു വണ്ടിക്കാണെങ്കിലും ബാക്ക് ക്യാമറ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു ബേസ് മോഡലിൽ പ്രത്യേകിച്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നും ഉണ്ടായില്ല. ഒരു 9,000-8,000 രൂപയ്ക്ക് കമ്പനിയിൽ നിന്ന് തന്നെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ വെച്ച് തരും. അതിനകത്ത് ബാക്ക് ക്യാമറ ഉണ്ടാവും, ആപ്പിൾ കാർപ്ലേ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഒരു 8 ലക്ഷത്തിന്, ഒരു 8.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഒരു റോഡിൽ ഇറക്കാൻ പറ്റുന്ന ഒരു മാനുവൽ വാഹനമാണ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഒരു 9.5 lakhs-നാണ്. ഒരു 9.5 lakhs-ന് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ഡെൽറ്റ AMD അല്ലെങ്കിൽ AGS ആണ്. 9.5 lakhs-നാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ബാക്ക് ക്യാമറ ഉണ്ടാവില്ല, പക്ഷേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ടാവും. AMD ആകുമ്പോൾ ഒരു ബാക്ക് ക്യാമറയും കൂടെ ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള ഫീച്ചേഴ്സൊക്കെ കൂടിയിട്ടുള്ള ഒരു വാഹനം നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ സിഗ്മ ആയിരിക്കും. 8 ലക്ഷം 8.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ബാക്ക് ക്യാമറയും ഒക്കെ ഉൾപ്പെടുത്തി ഇറക്കാവുന്നതാണ് ഒരു 8.5 ലക്ഷം രൂപയ്ക്ക്. ഇനി നിങ്ങളൊരു ബലീനയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 7 ലക്ഷത്തിന് ബലീനോയുടെ ബേസ് മോഡൽ കിട്ടും. പക്ഷേ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ബൾജ് ആയിട്ടുള്ള ഒരു സ്പോർട്ടി ഫീലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോഴും നിങ്ങൾ ഫ്രോങ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ച് കുറവാണ് എങ്കിൽ നിങ്ങൾക്ക് ബലീനോയുടെ 7 ലക്ഷത്തിൻ്റെ ബേസ് മോഡലിലേക്ക് പോകാം. ബലീനോ ആണെങ്കിൽ ഒരു AMD നോക്കുകയാണെങ്കിൽ ഒരു 8.5 ലക്ഷത്തിന് ബലീനോയുടെ AMDയും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബലീനോ നല്ല വണ്ടി തന്നെയാണ്. പിന്നെ നിങ്ങൾ ബേസ് മോഡൽ ഫ്രോങ്സ് എടുക്കുകയാണെങ്കിൽ മിറർ കാറിൻ്റെ കളറിലേക്ക് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഒരു ക്രോം എലമെൻ്റ് ഒക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ നമ്മുടെ മിററിൻ്റെ കളർ നിങ്ങൾക്ക് കാറിൻ്റെ കളറിലേക്ക് മാറ്റാം. അതുപോലെ ക്ലാഡിങ്സ് ഒക്കെ വെച്ച് നല്ല ഒരു സ്റ്റൈലിലാണ് ഈ വാഹനം ഇറങ്ങുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ തന്നെ 4 ഡോർ പവർ വിൻഡോ കിട്ടുന്നതായിരിക്കും. അതുപോലെ ടയറിൻ്റെ സൈസ് 16 ഉണ്ടാവും. ഒരു 3,995 മില്ലിമീറ്റർ ലെങ്തും, അതുപോലെ തന്നെ ഒരു 1,550 mm ഹൈറ്റും, ഒരു 1,765 മില്ലിമീറ്റർ വിഡ്ത്ത്. അതായത് തീരെ ചെറിയൊരു വാഹനമല്ല, അത്യാവശ്യം ഒരു ബ്രസയുടെയൊക്കെ ഒരു ലെവൽ വരുന്ന ഒരു ലെങ്തും ഒക്കെ ഉണ്ട്, വിഡ്ത്തൊക്കെ ഈ വണ്ടിക്കുണ്ട്. വീൽ ബേസ് ആകുമ്പോൾ 2,520 വീൽ ബേസ് വരുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ഒരു ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ, ടോപ്പ് മോഡലിലേക്ക് പോവുകയാണെങ്കിൽ ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് എന്നുള്ള ടോപ്പ് പോവുകയാണെങ്കിൽ 14 ലക്ഷം രൂപയുണ്ട്. ആ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് ബ്രസ എടുക്കാവുന്നതാണ്. അതിനായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാനുവൽ ടോപ്പ് മോഡലിലാണെങ്കിൽ 12,50,000 രൂപയാണ്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ ടോർക്ക് കൺവെർട്ടർ 14 ലക്ഷമാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു AMD അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള AMD എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എടുക്കണമെങ്കിൽ 9.5 ലക്ഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ചും കൂടെ ഒരു 9,30,000 ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ബാക്ക് ക്യാമറ ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 10,000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ ആഡ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് പിന്നെ അലോയ് വീൽ ഒക്കെ ഇടേണ്ടത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ്. അലോയ് വീലിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞ ഒരു സാധാരണക്കാരൻ വണ്ടി എടുക്കാൻ വേണ്ടി. പക്ഷേ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അതൊക്കെ ചേഞ്ച് വരുത്താം. 7-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നിങ്ങൾക്ക് ഈ ഒരു ഡെൽറ്റ AMD മോഡൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു വാഹനം സാധാരണക്കാർക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ചൊരു വാഹനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഫ്രോങ്സ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വില അനുസരിച്ച് ബലീനോ അല്ലെങ്കിൽ ഫ്രോങ്സ് എടുക്കാം. ഫ്രോങ്സ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഗുണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. അതുപോലെ ഭാരത് എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വാഹനമാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിൽ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.